ഹലോ, എന്താ പരിപാടി? ഗുഡ് മോർണിംഗ്. ഇന്നൊരു ചെറിയൊരു കൃഷി, കുറച്ചൊരു ക്യാപ്സിക്കത്തിൻ്റെ തൈ ഇപ്പോൾ ആ തൈ നമുക്കൊന്ന് ചട്ടിയിൽ നിന്ന് പറിച്ചിട്ട് പാവിയത് പറിച്ച് കടയിലോട്ട് നടാം. അപ്പം നമുക്ക് ഇത്രയും സ്ഥലം മതി, തടം പോലെ എടുക്കാനാവും. കണ്ടോ, പ്ലാസ്റ്റിക് വീട്ടിൽ കയറ്റരുതെന്ന് പറഞ്ഞാൽ കേൾക്കില്ല. ഇതൊക്കെ ഇപ്പോൾ നമ്മൾ കുടുംബശ്രീക്കാർ വന്ന് ഹരിതകർമ്മ സേനക്കാർ വന്ന് കൊണ്ടുപോകുന്നുണ്ട്. ഇതൊക്കെ വർഷങ്ങൾക്ക് മുമ്പേ കിടന്ന പ്ലാസ്റ്റിക്കാണ്. പഴയൊരു നോക്കിയ ഫോണിൻ്റെ ചാർജർ ഇട്ടിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് തൈ നടാനുള്ള തടം റെഡിയായി. ഇനി ഒരു കാര്യം കാണിച്ചു തരാം. ഇത് നമ്മൾ കടയിൽ നിന്ന് വാങ്ങിച്ച ഒരു ക്യാപ്സിക്കം പാവിയതാണ്. ഇത് നമുക്കൊരു അബദ്ധം പറ്റിയെന്ന് പറഞ്ഞാൽ ചുവപ്പും മഞ്ഞയും പച്ചയും 3 ക്യാപ്സിക്കത്തിൻ്റെ തൈ കൂടെ ഒരുമിച്ച് കിട്ടുകയാണ്. ഇതിൽ ഏതാണ് ചുവപ്പ്, ഏതാണ് മഞ്ഞ, ഏതാണ് പച്ച എന്നൊന്നും നമുക്കറിയാൻ വയ്യ. പിന്നെ ഈ ചട്ടി എന്ന് പറയുന്നത് അമ്പലത്തിൽ പൊങ്കാലയിട്ട കലമാണത്. അപ്പോൾ ആ കലത്തിലാണ് ഇത് നട്ടേക്കുന്നത്. കലം പഴിക്കളയണ്ടെന്ന് വിചാരിച്ച് അത് അടുക്കള ആവശ്യത്തിന് എടുക്കണ്ട എന്ന് വിചാരിച്ച് അതിലേക്ക് തൈ നടായിരുന്നു. വേണ്ട, തൈകളൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ വലുപ്പമായിട്ടുണ്ട്. ഇനി അളവ് നട്ടില്ലെന്നുണ്ടെങ്കിൽ തൈകൾ പാഴിപ്പോവും. കുറച്ച് ചാണകപ്പൊടി മാത്രം ഇടയാണ് തടത്തിൽ. വിശക്കുന്ന നേരം പശുവിനകിട്ടില്ലേ. അല്ല, പക്ഷെ ചാണകം പശുവിൻ്റെ അലക്കിയതല്ല. വേണ്ട, ക്യാപ്സിക്കം റെഡി ആയിട്ടുണ്ട്. ക്യാപ്സിക്കത്തിൻ്റെ തൈകളെല്ലാം നട്ട് കഴിഞ്ഞിട്ടുണ്ട്. എന്താ തടത്തിനകത്ത് എന്തായാലും കൊല കണക്ക് കൊട്ടക്കണക്കിന് ക്യാപ്സിക്കം പിടിക്കുമ്പം നമ്മൾ അതിൻ്റെ വീഡിയോ ഇതിനകത്ത് ഇടുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ ക്യാപ്സിക്കം എല്ലാം റെഡി ആയിട്ടുണ്ട്. അധികം താമസിക്കാതെ ആറ്റിങ്ങലിലെ പച്ചക്കറി മാർക്കറ്റുകളിൽ ഇവിടുത്തെ ക്യാപ്സിക്കം കൊണ്ട് നിറയും. എങ്ങനെ തമിഴുകാർക്കും കർണാടകക്കാർക്കും ആന്ധ്രക്കാർക്കൊക്കെ അധികം താമസിക്കാതെ നമ്മളൊരു ഭീഷണിയായി മാറും. നമ്മുടെ ക്യാപ്സിക്കത്തിൻ്റെ ഒരു മോണോപ്പൊളി ആയിരിക്കും ആറ്റിങ്ങൽ. ഓക്കെ, കയ്യെന്തു പറ്റി? കർഷകനല്ലേ മേഡം, ഒന്ന് കളപറിക്കാൻ ഇറങ്ങിയതാ. അയ്യോ ചോര, വീഡിയോ എടുത്തോണ്ട് നിൽക്കാതെ ആംബുലൻസ് വിളിപ്പണ്ടേ. അയ്യോ, ഓ പോസിറ്റീവ് രക്തമായിട്ട് അമ്മച്ചി തല ഇറങ്ങണേ. അയ്യോ.